വെൽക്കം ടു മൂവി ബ്രാൻഡ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ബാല. കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ഒരു കാലത്ത് നിരവധി ആരാധകരുണ്ടായിരുന്ന നടന്റെ മികച്ചൊരു തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. വ്യക്തിജീവിതം ഏറെ ചർച്ചയായിട്ടുള്ള താരം കൂടിയാണ് ബാല. ഗായികയും മുൻ ഭാര്യയുമായ അമൃതയ്ക്കെതിരെ ബാല പലപ്പോഴും രംഗത്തെത്താറുണ്ട്. അതെല്ലാം തന്നെ വലിയ വിവാദങ്ങളിലേക്കാണ് ചെന്നെത്തുന്നത്. ഇപ്പോഴിതാ വീണ്ടും അമൃതയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ബാല. മകളെ നഷ്ടപ്പെടുകയും ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും താൻ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതിന് കാരണമുണ്ടെന്ന് പറയുകയാണ് ബാല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ മകളെ കള്ളം പറഞ്ഞ് എന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയി. ഞാൻ എന്തിന് അടുത്തവന്റെ മകളെ പോയി സഹായിക്കണം? ഞാൻ എന്തിന് ഈ ഭൂമിക്ക് നന്മ ചെയ്യണം എന്ന് പറഞ്ഞു മാറുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ്. എന്റെ മകളെ നഷ്ടപ്പെട്ടാലും ഇവിടെയുള്ള ഒരുപാട് മക്കൾ പഠിച്ചു നന്നായി വരണം. പണിയെടുത്ത് ജീവിക്കുന്നവനെ സഹായിച്ച് അവൻ അവന്റെ തൊഴിൽ മുകളിലേക്ക് എത്തണമെന്നും ചിന്തിക്കാം. ഈ ആറ്റിറ്റ്യൂഡിലാണ് താനുള്ളത്. മകളെ നഷ്ടപ്പെട്ടതിന്റെ വിഷമം ഉള്ളിലുണ്ടെങ്കിലും ദൈവത്തിന്റെ അനുഗ്രഹം തനിക്കുണ്ടെന്നും ബാല പറയുന്നു. മകളെ മിസ് ചെയ്യുന്നുണ്ട്. മകൾക്ക് അച്ഛൻ വേണം. മകളെയും അച്ഛനെയും പിരിക്കരുത് എന്ന് ഒരു അമ്മയാണ് ചിന്തിക്കേണ്ടത്. അത് കോടതി വന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. വീട്ടുകാരോ നാട്ടുകാരോ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. മകൾക്ക് അച്ഛനെയും അച്ഛന് മകളെയും വേണം. ഇതെന്തിനു മറ്റൊരാൾ പറഞ്ഞു കൊടുക്കണമെന്നും ബാല വ്യക്തമാക്കിയിരുന്നു. അതേസമയം നടി മോളി കണ്ണമാലിക്കും മകനുമെതിരെയും ബാല വിമർശനവുമായി വന്നിരുന്നു. താൻ സഹായിച്ചില്ലെന്ന് ഇവരുടെ വാദത്തിനെതിരെയാണ് ബാല രംഗത്ത് വന്നത്. ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ മോളി കണ്ണമാലിയെ ബാല സഹായിച്ചിരുന്നു. എന്നാൽ മോളി കണ്ണമാലിയും മകനും തനിക്കെതിരെ സംസാരിച്ചെന്ന് ബാല പറയുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഭേദമായപ്പോൾ ഇവരുടെ വീഡിയോ കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഇവരെന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രോഗ്രാമിൽ അവരെ ഞാൻ നേരിട്ട് കണ്ടു. ചേച്ചി സുഖമായിരിക്കുന്നു? ചത്തുപോകുമെന്ന് വിചാരിച്ചില്ലേ? ചത്തിട്ടില്ല, ജീവനോടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മരിക്കുമെന്ന് കുറെ പേർ ആഗ്രഹിച്ചിരുന്നു. കാശിന് വേണ്ടിയാണ് അവരെന്നെ സ്നേഹത്തോടെ കാണാൻ വന്നത്. എന്തൊക്കെ അവർ അന്വേഷിച്ചു എന്നും അറിയാമെന്നും ബാല പറയുന്നു. മോളി കണ്ണമാലിക്ക് സഹായം നൽകിയതിനെ കുറിച്ചും ബാല വിശദീകരിച്ചു. TV കണ്ടുകൊണ്ടിരിക്കവേ ഒരു ഫോൺ കോൾ വന്നു. ഇവരുടെ മോനാണ് ആശുപത്രിയിൽ ബില്ലടയ്ക്കാൻ പണമില്ലെന്ന് പറഞ്ഞു. നീ എവിടെയാണുള്ളതെന്ന് ഞാൻ ചോദിച്ചു. പാലാരിവട്ടം എന്ന് പറഞ്ഞപ്പോൾ അവിടെയാണ് എന്റെ വീട്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. നടന്നു വന്നു. ഞാൻ 10,000 രൂപ കൊടുത്തു. അത് പാപമാണോ? വീണ്ടും വന്ന് മെഡിസിന് പണമില്ലെന്ന് പറഞ്ഞു. അത് കൊടുത്തു. വീണ്ടും വന്ന് സ്കാനിങ്ങിന് പണം ചോദിച്ചു. അതും കൊടുത്തെന്നും ബാല പറയുന്നു. സ്വന്തം മോൻ പണിയെടുത്ത് അമ്മയെ നോക്കുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നും വന്ന ഞാൻ നിങ്ങൾ ചോദിച്ചതെല്ലാം കൂടുതൽ കാശ് തന്നിട്ടുണ്ട്. എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തിയത്? ഞാൻ മരണത്തെ നേരിടുമ്പോഴാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഇതെന്ത് മനസാക്ഷിയാണ്? മോളി ചേച്ചി പിന്നീട് ബാല സഹായിച്ചു എന്ന് പറഞ്ഞു. മോളി ചേച്ചി നന്നായിരിക്കണം. പക്ഷേ അവരുടെ മകന് എന്റെ ഭാഗത്തു നിന്നും മാപ്പില്ല. ബോധമുള്ള ആരും കൊടുക്കില്ല. പോയി പണിയെടുക്ക് എന്നും ബാല പറയുന്നു.